ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റത് കുറച്ച് വൈകിയാണ്, കാരണം ഇത് ഫ്രൈഡേ എടുത്ത വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഫ്രൈഡേ പൊതുവെ അവധി ആയതുകൊണ്ട് തന്നെ ലേറ്റായിട്ടോ എണീക്കാറ്. തലേദിവസം രാത്രി തന്നെ കടലയൊക്കെ വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോർണിംഗിന് കടലക്കറി വെക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് പാത്രം കൂടി കഴുകാനുണ്ടായിരുന്നു. തലേദിവസം ഒരുപാട് കഴുകാൻ നോക്കിയെങ്കിലും വാവ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യം പാത്രമൊക്കെ ഒന്ന് കഴുകി മാറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പാത്രമൊക്കെ കഴുകി മാറ്റിയതിന് ശേഷം നമ്മൾ കടലക്കറി വെക്കാൻ വേണ്ടി കടലയൊന്ന് വിസിലടുപ്പിക്കാൻ വേണ്ടി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു 10 വിസിലൊക്കെ കേട്ടോ കടല വേകാൻ വേണ്ടി ഞാൻ വെക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വേവിക്കാൻ നേരം വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാറുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റായിട്ടൊരു നുള്ളു ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കടലക്കറിക്ക് വേണ്ടിയുള്ള സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തേക്കാകെ ഫുൾ ഡേ ഓഫ് അല്ല കേട്ടോ. ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഡ്യൂട്ടിക്ക് പോകണം കേട്ടോ. അതുപോലെ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് വാവ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ആളുടെ കാർച്ചയും കൂച്ചയും എല്ലാം ഇത് കേൾക്കാം. അങ്ങനെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ കടലയുടെ വിസിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ വാവ എണീറ്റിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇക്ക ഉള്ളതുകൊണ്ട് വലിയ അലമ്പൊന്നും ഇല്ലാതെ ആൾ നിൽപ്പുണ്ട്. ഇനി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വാവ ഇക്കയും കൂടെ കിച്ചണിൽ വന്ന് കുറച്ച് ടൈം ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതങ്ങനെയാണ്, അവധി ദിവസമൊക്കെ വരുമ്പോൾ ഇതുപോലെ കമ്പനി തരാൻ വരും കേട്ടോ അടുക്കളയിൽ. അപ്പോൾ കുറച്ച് സമയം ഉണ്ടായിരുന്നു. അതുപോലെ വാവ കുറച്ച് അലമ്പുള്ള ദിവസവും കൂടിയായിരുന്നു കേട്ടോ ഇന്ന്. അങ്ങനെ പിന്നെ ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ ആൾ നല്ല അലമ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക അവളെയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് കടലക്കറിയുടെ ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മളുടെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നീളത്തിൽ അരിഞ്ഞ ഒരു പകുതി സവോളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി വഴറ്റി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ കുറച്ച് പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവിനനുസരിച്ച്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മൾ കടലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ തേങ്ങ അരച്ചുള്ള കടലക്കറി അല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കടലക്കറിക്ക് കുറുകൽ കിട്ടാൻ വേണ്ടി കുറച്ച് കടല അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ഉപ്പ് കുറവായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കണം. അപ്പോൾ പുട്ടും കടല ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചത്.
അങ്ങനെ നമ്മൾ പുട്ടൊക്കെ ഓരോ ട്രിപ്പായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കറിവേപ്പില ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് കറിവേപ്പിലയൊന്നും ഇടുന്നില്ല. അതിനുശേഷം ലാസ്റ്റ് നമുക്ക് ചായ കൂടി വെക്കണമായിരുന്നു. അപ്പോൾ കടും ചായ ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചത്. ആ സമയമായപ്പോൾ നമ്മുടെ പുട്ടിന് ആവിയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പുട്ടൊക്കെ ജസ്റ്റ് പ്ലേറ്റിലോട്ടൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട്. അങ്ങനെ ഒരു 9:30 ആയപ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ആ ഒരു സമയമായപ്പോൾ നമ്മൾ പുട്ടും കടലക്കറിയും എല്ലാം പ്ലേറ്റിലോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചായക്ക് വെച്ച് വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് നമ്മൾ പഞ്ചസാരയും തേയിലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കണ്ട് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് നേരം നമ്മൾ ജനലൊക്കെ തുറന്നൊന്ന് ടൈമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയമായപ്പോൾ വാവയൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ചെറിയൊരു തണുപ്പ് കാലാവസ്ഥയാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ രാവിലെ നല്ല തണുത്ത കാറ്റൊക്കെയാണ്. അതുമാത്രമല്ല ഈ ഒരു ടൈം ആകുമ്പോൾ വലിയ പൊടിയും കാര്യങ്ങളും ഒന്നും കാണില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വാവേനെ ഒന്ന് കുളിപ്പിക്കുകയൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാവയ്ക്കും പുട്ട് തന്നെ കൊടുക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത്. അതുപോലെ ഇക്കാക്ക് ഇന്ന് 3 മണിയാകുമ്പോൾ പോകണം, അതുകൊണ്ട് ഇക്ക കുറച്ചും കൂടി കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈം ആയപ്പോൾ. സാധാരണ ഡ്രസ് ഇടുമ്പോൾ ഇതുപോലെ തന്നെ മുടിയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല അലമ്പ് കാണിക്കുന്നതാണ് കേട്ടോ. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, നല്ല ഡീസൻ്റായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം കുറച്ച് സമയം വാവിനെ ഒന്ന് കളിപ്പിച്ചതിനൊക്കെ ശേഷം ആൾക്ക് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പുട്ടും കടലയും കൂടി കേട്ടോ ആൾക്ക് കൊടുക്കുന്നത്. പക്ഷെ കടലയുടെ തൊലിയൊക്കെ കളഞ്ഞാണ് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ രാവിലെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. ഇത്തവണയും അത് തന്നെയായിരുന്നു. ക്യാമറ വെച്ച് അത്രയും സമയം മാത്രം ആൾ കുറച്ച് കഴിച്ചു, പിന്നെ കഴിച്ചൊന്നുമില്ല കേട്ടോ, തുപ്പിക്കളയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ പുട്ടും നല്ല എന്ത് കൊടുത്താലും അങ്ങനെ തന്നെ കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അല്ലെങ്കിൽ തന്നെ ഫുഡിനോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.